മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ തന്നെ കോടതിയിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണനാണെങ്കിൽ വാമദേവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, വിശ്വനാഥനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അവനെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല, അതൊക്കെ ആരോ വെറുതെ പറയണേന്ന് പറയുമ്പം ഈ കണ്ണൻ ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ ഈ വിശ്വനാഥന് വിവാഹം കഴിച്ചു കൊടുത്തത് എന്തിനാന്ന് ചോദിക്കുമ്പം ഈ വാമദേവനാണെങ്കിൽ അത് കേട്ടിട്ട് നിന്ന് പരങ്ങുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളുടെ ദുർഗയും ഉണ്ണിയും കൂടി കോടതിയിലോട്ട് കയറി വരുന്നത്. ദുർഗയും ഉണ്ണിയും വരുന്നത് പ്രതാപൻ്റെ അമ്മയും പ്രതാപനും വാമദേവനും കാണുന്നുണ്ട്. അത് കണ്ടതോടുകൂടി ഇവർക്ക് 3 പേർക്കും വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് വാമദേവനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും എന്തിനാ നിങ്ങളുടെ സഹോദരിയെ വിശ്വനാഥന് വിവാഹം കഴിച്ചു കൊടുത്തത്? വിശ്വനാഥൻ നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ടായിരുന്നു, അത് ഭാവിയിൽ ഉയർന്ന നിലയിലേക്ക് പോവും, അപ്പോൾ വിശ്വനാഥൻ ഭയങ്കര കാശുകാരനാവുമെന്ന് അറിഞ്ഞുകൊണ്ട് അയാളുടെ കാശിനൊപ്പം തനിക്കും വളരാൻ വേണ്ടിയിട്ടല്ലേ താൻ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല വിവാഹം കഴിച്ചു കൊടുത്ത, വിശ്വനാഥൻ്റെ മകനെ നോക്കാൻ ഒരമ്മ വേണമല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തതാണ്, അല്ലാതെ എനിക്കതിൽ ദുരുദ്ദേശമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, താനും വിശ്വനാഥനും ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ജീവിക്കുമായിരുന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് എന്തിനാ താൻ കമ്പനിയിൽ കള്ളത്തരം നടത്തിയ? ഞാനൊരു കള്ളത്തരവും നടത്തിയില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, കള്ളത്തരം നടത്താഞ്ഞിട്ടാണോ തന്നെ വിശ്വനാഥൻ കൈയോടുകൂടി പിടികൂടി അവിടെ നിന്ന് പുറത്താക്കാൻ നിന്നപ്പോഴല്ലേ താൻ ഈ പ്രതാപന് കൊട്ടേഷൻ കൊടുത്ത് വിശ്വനാഥനെ കൊല്ലിച്ചേന്ന്? ആ സമയത്ത് ഈ പ്രതാപനോട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഉവ്വോടെ പ്രതാപ, ഞാൻ നിനക്ക് കൊട്ടേഷൻ തന്നോ? ഇവൻ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യങ്ങളാണ് പറയണേന്ന് കോടതിയോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ അത് പ്രതാപൻ പറയട്ടെ. പ്രതാപനാണെങ്കിൽ ഒന്നും പറയണില്ലല്ലോ, പ്രതാപനൊക്കെ അറിയില്ലേ ഈ വാമദേവനെ എന്ന് ചോദിക്കുമ്പം ഉവ്വ എനിക്കറിയാം. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ഈ പ്രതാപനെ അറിയ പോലും ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് അറിയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാമദേവനെ അറിയായിരുന്നു എന്ന്. ആ സമയത്ത് ഈ കണ്ണനോട് വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും പ്രതാപന് തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവനക്കൊന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് പറയുമ്പം ഈ കണ്ണൻ പറയുന്നുണ്ട്, ഓർമ്മയില്ലായിരിക്കൊന്നുമില്ല, അന്ന് ഇയാൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയില്ലായിരുന്നോ, ആ ഡോക്ടറുടെ പേരറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ, ശർമ്മ ഡോക്ടർ എന്ന് പറയണം. ആ സമയത്ത് അപ്പോൾ എവിടെയോ ഓർമ്മയില്ലാത്തതെന്ന് ജഡ്ജിയും ചോദിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദുർഗയും ഉണ്ണിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നിൻ്റെ അച്ഛനെ കൊന്നതപ്പോൾ പ്രതാപനാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ലല്ലോ അമ്മേ, അയാളത് സമ്മതിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, ഈ പ്രതാപൻ ഈ വിശ്വനാഥനും വിശ്വനാഥൻ്റെ മോനും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പം ലോറി ഓടിച്ച് അവരുടെ മേത്തേക്ക് കയറ്റി. എന്നിട്ട് അച്ഛൻ സ്പോട്ടിൽ തന്നെ മരിച്ചു, മകനാണെങ്കിൽ തെറിച്ചവിടെ കിടന്നു. ആ വണ്ടി ഒന്ന് നിർത്തുമോ, അവരെ ആസ്പത്രിയിൽ കൊണ്ടുപോവുകയോ ചെയ്തില്ല. ആ സമയത്ത് ഈ വാമദേവൻ പറയുന്നുണ്ട്, അതൊന്നും അവനക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പം തനിക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കണം. ആ സമയത്ത് എനിക്ക് ഒരു മോളുള്ളൂ, അവളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കരുണ. അപ്പോൾ തൻ്റെ വീട്ടുകാരെന്താണെന്ന് ചോദിക്കുമ്പോൾ കരുണാലയം എന്ന് പറയുന്നു. അപ്പോൾ മോളുണ്ടായിട്ട് മോളോടുള്ള സ്നേഹം കൊണ്ടാണോ മോളുടെ പേര് വീടിനിട്ടത്, അതോ നിങ്ങളെല്ലാവരും പൊതുവേ കരുണയുള്ളവരായതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ കരുണയുള്ളവരാന്ന് പറയുമ്പം കണ്ണനാണ് ഈ ദേഷ്യത്തിൽ നോക്കിയതും അങ്ങനെ അവിടുന്ന് ആഗ്രഹം, പക്ഷേ അങ്ങനെ നടക്കാറില്ല എന്ന് പറയുന്നു. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് ഇയാൾ കൊട്ടേഷൻ തന്നില്ലേന്ന്. അന്നേരം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇവനക്ക് അതൊന്നും ഓർമ്മയില്ല, ഇവനക്ക് തലക്ക് വെളിവില്ല എന്ന് പറയുമ്പം പ്രതാപന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, തനിക്കിപ്പോഴല്ലേ ഒന്നും ഓർമ്മയില്ലാത്തത്, എന്തായാലും തന്നെ ചികിത്സിച്ച ഡോക്ടറിനെല്ലാം ഓർമ്മയുണ്ട്, ഡോക്ടറോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിശ്വനാഥനെ കൊന്നത് താനാണെന്നും അതിന് കൊട്ടേഷൻ തന്നത് വാമദേവനാണെന്നും തനിക്കത് ഓർമ്മയില്ലെങ്കിലും ഡോക്ടർക്ക് അത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, ഡോക്ടറുടെ സാക്ഷിമൊഴി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തായാലും അതിപ്പോൾ കോടതിയിൽ സമർപ്പിക്കാൻ പോകാമെന്നും പറഞ്ഞ് അനന്തുവിനോട് കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ തന്നെ അനന്തു അത് കൊടുന്ന് ജഡ്ജിയുടെ കൊടുക്കുന്നുണ്ട്. ജഡ്ജി അത് തുറന്ന് വായിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ തലയ്ക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ എല്ലാ രേഖകളും ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നൊന്നും പറയണ്ടാന്ന്. ആ സമയത്ത് ഈ വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഇത് ഇവൻ തലക്ക് വെളിവില്ലാണ്ട് പറഞ്ഞതല്ലേ, അല്ലാതെ ഇവൻ വിശ്വനാഥനെ കൊന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഉവ്വ തെളിവുണ്ട്, അന്ന് ഇയാളുടെ ലോറിയിൽ ഇയാളുടെ ആദ്യ ഭാര്യയുടെ മകള് ഉണ്ടായിരുന്നു മഹാലക്ഷ്മി, 5 വയസ്സുള്ള ആ ഒരു കുട്ടി ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അന്ന് ഇയാൾ ആ ലോറി ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോണ സമയത്ത് ആ കുട്ടി കരഞ്ഞു പറഞ്ഞു, അച്ഛാ അവരെ രക്ഷിക്ക്, അവരെ ഉപേക്ഷിക്കല്ലേന്ന്. അന്ന് ഇയാളൊരു മനസാക്ഷി ഇല്ലാണ്ട് ഓടിച്ചു പോയി. ആ കുട്ടി ഇപ്പോൾ ആസ്പത്രിയിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. പോലീസ് ചെന്ന് ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ അനന്തുവിനോട് പറഞ്ഞിട്ട് അനന്തു ആ രേഖകളും ഈ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയാതെയാണ് നിൽക്കണേ.
ഇതേ നേരത്ത് തന്നെ നമ്മളുടെ ദുർഗയും ഉണ്ണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. വാമദേവനൊക്കെയാണെങ്കിൽ ദുർഗയുടെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ ശരിക്കും എന്താ സംഭവിക്കണേന്നൊന്നും മനസ്സിലാവണില്ല. പിന്നീട് അവർക്ക് തോന്നുന്നുണ്ട് ഈ വാമദേവൻ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ വിശ്വനാഥനെ കൊന്നേന്നൊക്കെ. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇയാൾ കൊട്ടേഷൻ തന്നിട്ടല്ലേ പ്രതാപ താൻ വിശ്വനാഥനെ കൊന്നേന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപനൊന്നും മിണ്ടണില്ല. അന്ന് കൊട്ടേഷനിൽ വിശ്വനാഥൻ മരിച്ചപ്പം കൂടെ ഉണ്ടായിരുന്ന മകൻ തെറിച്ചുപോയി. പിന്നെ മാസങ്ങളോളം മകൻ ജീവച്ഛവമായിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് പിന്നീടുള്ള ജീവിതം ആ മകൻ്റെ വീൽ ചെയറിലായിരുന്നു. അതൊക്കെ കേട്ടിട്ട് ദുർഗയ്ക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇപ്പം ആ മകൻ തന്നെയാണ് ആ കേസിന് വേണ്ടി വാദിക്കാനായിട്ട് കോടതിയിൽ വക്കീൽ വേഷം ഇട്ട് വന്നേക്കണേന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, വക്കീലായെങ്കിലും ഒരു പ്രാക്ടീസ് പോലും ചെയ്യാതിരുന്ന ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയണേന്ന് ചോദിക്കുമ്പം അത് താൻ പറയണ്ട, എന്തായാലും പ്രതാപം പറയട്ടെ. എന്താ പ്രതാപ, ഈ വാമദേവൻ നിനക്ക് കൊട്ടേഷൻ തന്നിട്ടില്ലേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. എന്തായാലും പ്രതാപൻ്റെ അമ്മ രാവിലെ കോടതിയിൽ വന്ന സമയത്ത് ഈ പ്രതാപനെ പോലീസ് കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതാപനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് പ്രതാപനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടി രാവിലെ കോടതിയിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ മാർക്കോയും ലോപ്പസും അങ്ങോട്ട് വരുന്നുണ്ട്. മാർക്കോയും ലോപ്പസിനെയും കണ്ടതും കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി അത് മാർക്കോയല്ലേന്ന് ചോദിക്കുമ്പം അതേലോ മോളെ, അവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് തന്നെ, ആകെ പേടിയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇറങ്ങി വരുമ്പം മാർക്കോയും ലോപ്പസും കൂടി അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയും കൊച്ചുമോളും കൂടി ഇത് എവിടെ പോവാന്ന് ചോദിക്കുമ്പം അതില്ലേ മാർക്കോ, ഞങ്ങൾ കോടതിയിലേക്ക് പോവുക, ഇന്നല്ലേ പ്രതാപനെ കോടതിയിൽ ഹാജരാക്കണേന്ന് പറയുമ്പം അതിന് നിങ്ങൾ പോകണ്ട, കിളവി മാത്രം പോയാൽ മതി, ഇവൾക്ക് കൂട്ടിന് ഞങ്ങളിവിടെ ഉണ്ടാവും, ഇവളെന്തായാലും പോണില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തൊക്കെയാ മാർക്കോ മോനെ നീ പറയണേ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ നിൽക്കണേ, ഒന്നുമില്ലെങ്കിലും മോളുടെ അച്ഛനല്ലേ അവിടെ ഉള്ളത്, മോൾക്ക് കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ മോൾ അങ്ങനെ കാണണ്ട, എന്തായാലും ഞാൻ പറയണത് പോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന് പ്രതാപനോട് പറയണം, കോടതിയിൽ കോടതി ചോദിക്കുന്ന സമയത്ത് വാമദേവൻ കൊട്ടേഷൻ തന്നിട്ട് വിശ്വനാഥനെ കൊന്നേന്നുള്ള സത്യങ്ങളെല്ലാം പ്രതാപൻ അവിടെ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മോളുടെ ശവമായിരിക്കും ഇവിടെ കിടക്കണേ, അത് പ്രത്യേകം പ്രതാപനോട് പറഞ്ഞേരെ. ഇനി പ്രതാപൻ കോടതി ചെല്ലുമ്പോൾ മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവളെ ജീവനോടെ കാണാൻ പറ്റൂല, നിങ്ങളെയും കാണാൻ പറ്റൂല, ഇവളെയും കാണാൻ പറ്റൂല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മാർക്കോ മോനെ അവളെ ഒന്നും ചെയ്യല്ലേന്ന്. ഈ സമയത്ത് കരുണയാണെങ്കിൽ പോവാനായിട്ട് ഇറങ്ങുമ്പം ഈ മാർക്കോ കരുണയുടെ മുടിക്കുത്തിന് തന്നെ പിടിച്ചിട്ട് വലിച്ച് കത്തി കഴുത്തിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കോടതി ചെന്ന് പ്രതാപനോട് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവളുടെ ജീവൻ ഞാൻ എടുക്കും, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, മാർക്കോമോൻ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം, എന്തായാലും കരുണമോളെയും കൂടി എൻ്റെ കൂടെ വിടാമോ എന്ന് ചോദിക്കുമ്പം അതൊരിക്കലും നടക്കൂല, ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ആയുധമായിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവളുടെ അവസ്ഥ അത് തന്നെയായിരിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കും കരുണയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോനെ അവളെ ഉപദ്രവിക്കില്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മിയുടെ വയറ്റിലും ഉണ്ടായിരുന്നല്ലോ ഒരു കുഞ്ഞ്, അതും 8 മാസം പ്രായമായ കുഞ്ഞ്, എന്നിട്ട് ഇവള് ഒരു കരുണയില്ലാതെ മഹാലക്ഷ്മിയെ ഉന്തിയിട്ടില്ലേ, ഇപ്പോൾ മഹാലക്ഷ്മിയും കുഞ്ഞും കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവളും നിങ്ങളും ജീവനോടെ ഇരിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഞാൻ പരലോകത്തേക്ക് വിട്ടേനായിരുന്നു എന്ന്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രതാപന് ഓർമ്മ വന്നതും കണ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപ, ഞാൻ ചോദിച്ചതിന് എന്താ നീ മറുപടി പറയാത്ത, വാമദേവൻ കൊട്ടേഷൻ തന്നിട്ടല്ലേ നീ വിശ്വനാഥനെ കൊന്നേന്ന്. ആ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ വാമദേവന് നല്ല പേടിയാവുന്നുണ്ട്, ഈ പ്രതാപൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലോ എന്ന് ഓർത്ത്. ഈ നേരത്ത് നമ്മളുടെ ദുർഗ ഉണ്ണിയാണെങ്കിലും ഈ പ്രതാപൻ്റെ മൗനം കണ്ടിട്ട് സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വീണ്ടും കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ മിണ്ടാതെ നിൽക്കണേ, താൻ എന്ത് പറയുകയാണെങ്കിലും അത് സത്യമായിരിക്കണം, കോടതിയിൽ സത്യം മാത്രമേ പറയാവുള്ളൂ, ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ, ഈ വാമദേവൻ കൊട്ടേഷൻ തന്നിട്ടല്ലേ താൻ വിശ്വനാഥനെ കൊന്നേന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ ഈ വാമദേവൻ കൊട്ടേഷൻ തന്നിട്ടാണ് വിശ്വനാഥനെ കൊന്നത്, അതിനു മുമ്പ് തനിക്ക് വിശ്വനാഥനെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും വിശ്വനാഥനെ കണ്ടിട്ടില്ല, വിശ്വനാഥനും മകനും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന് വാമദേവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഞാൻ അവിടെ കാത്തു നിൽക്കുമായിരുന്നു, ആ സമയത്ത് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന കണ്ടേ, അന്നേരം നല്ല കോരി ചൊഴിയുന്ന മഴയായിരുന്നു, അന്നേരം ഞാൻ ലോറി മനഃപൂർവ്വം തന്നെ അവരുടെ ബൈക്കിലേക്ക് ഓടിച്ച് കയറ്റിയതാണ്. ഇത് കേട്ടതും നമ്മളുടെ ദുർഗയും ഉണ്ണിയും ശ്വാസം നിലച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് കണ്ണൻ ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അന്നേരം ആ ലക്ഷ്മി ഉണ്ടായിരുന്നു വണ്ടിയിൽ, അവൾ എന്നോട് ഒരുപാട് പറഞ്ഞു, അച്ഛാ വണ്ടി നിർത്ത്, അവരെ രക്ഷിക്കുന്നു, പക്ഷെ ഞാൻ അത് കൂട്ടാക്കിയില്ല, ഞാൻ വണ്ടി വിട്ടുപോയി, എന്നിട്ട്
മഹാലക്ഷ്മി അത് ആരോടും പറഞ്ഞില്ലേന്ന് കണ്ണൻ ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്നും പറഞ്ഞ് ഞാൻ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് പേടിച്ചിട്ട് മഹാലക്ഷ്മി ആ സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല എന്ന്. അത് കേട്ടതും നമ്മളുടെ ദുർഗയും ഉണ്ണിയും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.